students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 7th lecture on Environmental Studies. This lecture is based on Industry and Environment, which is the third module in the subject Environmental Studies for Semester 1 students of BCom. In previous lecture, we were discussing about water pollution, and in this lecture, we are going to discuss about the topic soil pollution. നമ്മുടെ എൻവയോൺമെൻറ്റിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കമ്പോണൻ്റായ സോയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷൻ മീനിങ്: soil pollution is the introduction of substances, biological organisms or energy into the soil, resulting in a change of the soil quality which is likely to affect the normal use of the soil or endangering public health and the living environment. നമ്മുടെ എൻവയോൺമെൻറ്റിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കമ്പോണൻ്റാണ് സോയിൽ എന്ന് പറയുന്നത്. ആൻഡ് സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റാൻസസിൻ്റെയും ബയോളജിക്കൽ ഓർഗാനിസംസിൻ്റെയും അല്ലെങ്കിൽ എനർജിയുടെയും ഒക്കെ സോയിലിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. ആൻഡ് ഈ സോയിൽ പൊല്യൂഷൻ സോയിലിൻ്റെ ക്വാളിറ്റിയെ ചേഞ്ച് ചെയ്യുന്നു ആൻഡ് സോയിലിൻ്റെ നോർമൽ യൂസിനെ അഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്തിനെയും ലിവിങ് എൻവയോൺമെൻറ്റിനെയും എൻഡേഞ്ചർ ചെയ്യുന്നു. അതായത് ഇറ്റ് മേക്സ് പബ്ലിക് ഹെൽത്ത് ആൻഡ് ലിവിങ് എൻവയോൺമെൻറ്റ് ഇൻ ഡേഞ്ചർ. വാട്ട് ആർ ദ ഇഫക്ട്സ് ഓഫ് സോയിൽ പൊല്യൂഷൻ? ഫസ്റ്റ് വൺ is bad smell. Second one is dirty surroundings. Third one is soil fertility is reduced. Fourth one is breeding of germs. Fifth one is cancer. Sixth one is congenital birth defects. Seventh one is skin rashes. And eighth one is soil structure is changed. So these are the effects of soil pollution. What are the causes of soil pollution and how we control them? Soil pollutants: natural and synthetic materials that can adversely affect the physical, chemical and biological properties of soil and seriously affect its productivity are called soil pollutants. Soil pollutants എന്ന് പറയുന്നത് നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് മെറ്റീരിയൽസ് ആണ്. ആൻഡ് ഈ മെറ്റീരിയൽസ് സോയിലിൻ്റെ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസിനെ അഡ്വേഴ്സ്ലി, അതായത് നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്നു ആൻഡ് സോയിലിൻ്റെ പ്രൊഡക്ടിവിറ്റിയെയും സീരിയസ്ലി അഫക്റ്റ് ചെയ്യുന്നു. The causes of soil pollution can be broadly classified as direct causes and indirect causes. Soil pollutionസിൻ്റെ causes ആണ് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്, ഡയറക്റ്റ് കോസസും ഇൻഡയറക്റ്റ് കോസസും. ഡയറക്റ്റ് കോസസ് include poor waste management, application of agrochemicals, faulty sanitation practices, salination due to irrigation and floods, and soil erosion. സോ ഡയറക്റ്റ് കോസസിൽ ഇത്രയുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇൻഡയറക്റ്റ് കോസസിൽ ഇൻക്ലൂഡ് ആസിഡ് റെയിൻ ആൻഡ് ഡിസ്പോസ്ഡ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസസ്. ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓരോന്നും എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഡയറക്റ്റ് കോസസിൽ ആദ്യം വരുന്നതാണ് പുവർ വേസ്റ്റ് മാനേജ്മെൻറ്റ്. വേസ്റ്റ്സ് ആർ അൺവാണ്ടഡ് ആൻഡ് യൂസ്ലെസ് സബ്സ്റ്റാൻസസ് റിസൾട്ടിംഗ് ഫ്രം ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഹ്യൂമൻ ആക്ടിവിറ്റീസിൽ നിന്നും റിസൾട്ട് ചെയ്യുന്ന അൺവാണ്ടഡ് ആൻഡ് യൂസ്ലെസ് സബ്സ്റ്റാൻസസ് ആണ് വേസ്റ്റ്സ്. ആൻഡ് ഈ വേസ്റ്റ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ സോളിഡ് വേസ്റ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ ലിക്വിഡ് വേസ്റ്റ്സ് ആയിരിക്കും. ഫസ്റ്റ് വൺ is solid waste and its control. Unwanted or discarded substances that have weight sizes controlled by using proper disposal methods. അപ്പോൾ വെയ്റ്റ് സൈസസ് ഉള്ള അൺവാണ്ടഡ് ഓർ ഡിസ്കാർഡഡ് സബ്സ്റ്റാൻസസ് ആണ് സോളിഡ് വേസ്റ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് പ്രോപ്പർ ഡിസ്പോസൽ മെത്തേഡ്സ് വഴിയാണ്. സെക്കൻഡ് വൺ is liquid waste and its control. Liquid wastes from point sources, അതായത് പോയിന്റ് സോഴ്സസിൽ നിന്നുമുള്ള ലിക്വിഡ് വേസ്റ്റ്. പോയിന്റ് സോഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ ബൈ പ്രോപ്പർ കളക്ഷൻ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ദീസ് വേസ്റ്റ് വാട്ടേഴ്സ് സയൻറ്റിഫിക്കലി. അപ്പോൾ ലിക്വിഡ് വേസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് ഈ വേസ്റ്റ് വാട്ടറിൻ്റെ പ്രോപ്പർ കളക്ഷൻ വഴിയും ട്രീറ്റ്മെൻറ്റ് വഴിയും സയൻറ്റിഫിക്കലി ഉള്ള ഈ വേസ്റ്റ് വാട്ടേഴ്സിൻ്റെ ഡിസ്പോസൽ വഴിയുമാണ്. ഡയറക്റ്റ് കോസസിൽ വരുന്ന മറ്റൊരെണ്ണമാണ് ആപ്ലിക്കേഷൻ ഓഫ് അഗ്രോ കെമിക്കൽസ്. ഇൻക്ലൂഡ്സ് പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. അതായത് അഗ്രോ കെമിക്കൽസിൽ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഇതൊക്കെ നമ്മളുടെ മോഡേൺ ഡേ അഗ്രികൾച്ചറൽ പ്രാക്ടീസസിന് കൂടുതൽ ഈൽഡ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇൻസെക്ടിസൈഡ്സും വീഡിസൈഡ്സും ഒക്കെ യൂസ് ചെയ്യുന്നത് ഇൻസെക്റ്റിനെയും അൺവാണ്ടഡ് പ്ലാന്റ്സിനെയും കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആൻഡ് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആൻഡ് ഈ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് എല്ലാം ഇറ്റ് വിൽ നോട്ട് ഡീഗ്രേഡ് ക്വിക്ക്ലി.
ഈ കെമിക്കൽസ് എളുപ്പത്തിൽ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്ന ഒന്നല്ല. ദെയർ കോൺസെൻട്രേഷൻ അഫക്ട് ലൈഫ് ആൻഡ് ഹെൽത്ത് ഓഫ് ദ മാൻ. ആൻഡ് ഈ പറഞ്ഞ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും തുടങ്ങിയ അഗ്രോ കെമിക്കൽസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ, എക്സസൈസായിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് സോയിലിനെ പൊല്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ഈ അഗ്രോ കെമിക്കൽസിൻ്റെ കോൺസെൻട്രേഷൻ മാനിൻ്റെ ലൈഫിനെയും ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ മിനിമം യൂസ് ഓഫ് ദീസ് സബ്സ്റ്റാൻസസ് ആൻഡ് യൂസേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. അഗ്രോ കെമിക്കൽസിൻ്റെ ആപ്ലിക്കേഷൻ വഴിയുള്ള സോയിൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിനായി ഈ പറഞ്ഞ സബ്സ്റ്റാൻസസിൻ്റെയൊക്കെ മിനിമം യൂസ് ചെയ്യുക. ആൻഡ് ബയോ പെസ്റ്റിസൈഡ്സിൻ്റെ യൂസിനെ പ്രൊമോട്ട് ചെയ്യുന്ന IPM ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുക. ഡയറക്റ്റ് കോസസിൽ വരുന്ന മറ്റൊന്നാണ് ഫോൾട്ടി സാനിറ്റേഷൻ പ്രാക്ടീസസ്. സാനിറ്റേഷൻ മീൻസ് കൺട്രോളിംഗ് ടു പ്രിവെൻറ്റ് ഡിസീസസ്. അതായത് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യുക, ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക എന്ന വ്യൂവിൽ എൻവയോൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോൾ ഫീൽഡാണ് സാനിറ്റേഷൻ. ആൻഡ് ഈ സാനിറ്റേഷൻ്റെ ഫോൾട്ടി മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു സോയിൽ ആൻഡ് ലാൻഡ് പൊല്യൂഷൻ. Soil conservation depends upon proper use of methods of checking soil pollution as a result of faulty sanitation methods. ഈ ഫോൾട്ടി സാനിറ്റേഷൻ മെത്തേഡ്സ് കാരണം ക്രിയേറ്റഡ് ആകുന്ന സോയിൽ പൊല്യൂഷനെ ചെക്ക് ചെയ്യുവാനുള്ള മെത്തേഡ്സിൻ്റെ പ്രോപ്പർ യൂസിനെ ഡിപ്പെൻഡ് ചെയ്താണ് സോയിൽ കൺസർവേഷൻ ഇരിക്കുന്നത്. സോയിൽ കൺസർവേഷൻ ഈസ് റിയലി നീഡഡ് ടു കൺട്രോൾ സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനായി വി ഷുഡ് യൂസ് മെത്തേഡ്സ് ഫോർ എഫിഷ്യൻറ്റ് കളക്ഷൻ, റിമൂവൽ ആൻഡ് ഡിസ്പോസൽ ഓഫ് സോളിഡ് വേസ്റ്റ്. സോളിഡ് വേസ്റ്റിൻ്റെ കളക്ഷനും റിമൂവലിനും ഡിസ്പോസലിനുമായുള്ള പ്രോപ്പർ മെത്തേഡ്സ് യൂസ് ചെയ്ത് ഫോൾട്ടി സാനിറ്റേഷൻ പ്രാക്ടീസസ് വഴിയുള്ള സോയിൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് കോസസിൽ വരുന്ന അടുത്തൊരെണ്ണമാണ് സാലിനേഷൻ ഡ്യൂ ടു ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ്. ഇറിഗേഷൻ വാട്ടർ കണ്ടെയ്ൻ ഡിസോൾട്ട് സോൾട്ട്. അതായത് ജലസേചനത്തിനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന വാട്ടർ, അതിൽ ഡിസോൾട്ട് സോൾട്ട് ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഡ്രൈ ക്ലൈമറ്റ്സിൽ ഈ സലൈൻ സൊല്യൂഷനിലെ വാട്ടർ എവാപ്പറേറ്റ് ചെയ്യും ആൻഡ് സോൾട്ട് റീമെയിൻ ചെയ്യും. സച്ച് ആസ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡൊക്കെ ടോപ്പ് സോയിലിൽ തന്നെ റീമെയിൻ ചെയ്യും. ആൻഡ് ദ അക്യുമുലേഷൻ ഓഫ് ദീസ് സോൾട്ട് ഇൻ സോയിൽ ഇസ് കോൾഡ് സാലനൈസേഷൻ. ഈ സോൾട്ട് സോയിലിൽ തന്നെ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നു. ദിസ് ഇസ് കോൾഡ് സാലനൈസേഷൻ. ആൻഡ് ദിസ് സാലനൈസേഷൻ സ്റ്റണ്ട് പ്ലാന്റ് ഗ്രോത്ത്, ലോവർ ഈൽഡ്സ് ആൻഡ് ഇവൻച്വലി കിൽ ക്രോപ്സ് ആൻഡ് റെൻഡർ ദ ലാൻഡ് യൂസ്ലെസ് ഫോർ അഗ്രികൾച്ചർ. ഈ സാലനൈസേഷൻ പ്ലാന്റ് ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ഈൽഡ്സിനെ ലോവർ ചെയ്യുന്നു, ഇവൻച്വലി കിൽ ദ ക്രോപ്പ്, and it also make land useless for agriculture. These salts can be flushed out of the soil by using more water. കൂടുതൽ വാട്ടർ യൂസ് ചെയ്തുകൊണ്ട് ഈ സോൾട്ട് മണ്ണിൽ നിന്നും ഫ്ലഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. ദിസ് പ്രാക്ടീസ് ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് ഓൾസോ വേസ്റ്റ്സ് എനർമസ് എമൗണ്ട്സ് ഓഫ് വാട്ടർ. അതായത് വെള്ളം കൂടുതൽ യൂസ് ചെയ്ത് സോൾട്ട്സ് സോയിലിൽ നിന്നും ഫ്ലഷ് ഔട്ട് ചെയ്യുന്ന ഈ പ്രാക്ടീസ് ക്രോപ്പ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റിനെ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എനർമസ് എമൗണ്ട്സ് ഓഫ് വാട്ടർ വേസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഡയറക്റ്റ് കോസസിലെ ലാസ്റ്റ് വണ്ണാണ് സോയിൽ എറോഷൻ. സോയിൽ എറോഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ മൂവ്മെൻറ്റ് ഓഫ് സർഫേസ് ലിറ്റർ ആൻഡ് ടോപ്പ് സോയിൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് സർഫേസ് ലിറ്ററിൻ്റെയും ടോപ്പ് സോയിലിൻ്റെയും ഒരു പ്ലേസിൽ നിന്നുമുള്ള മറ്റൊരു പ്ലേസിലേക്കുള്ള മൂവ്മെൻറ്റിനെയാണ് സോയിൽ എറോഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ് കോസ്ഡ് ബൈ വിൻഡ് ആൻഡ് ഫ്ലോയിങ് വാട്ടർ. വിൻഡ് കാരണവും ഫ്ലോയിങ് വാട്ടർ കാരണവും സംഭവിക്കുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സാണ് ഈ സോയിൽ എറോഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഗ്രേറ്റ്ലി ആക്സലറേറ്റഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഇത് കൂടുതൽ സംഭവിക്കുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണമാണ്. ലോസ് ഓഫ് ടോപ്പ് സോയിൽ മേക്സ് സോയിൽ ലെസ് ഫെർട്ടൈൽ ആൻഡ് റെഡ്യൂസസ് ഇറ്റ്സ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. ഈ ടോപ്പ് സോയിൽ എറോഷൻ സംഭവിക്കുമ്പോൾ അത് സോയിലിൻ്റെ ഫെർട്ടിലിറ്റിയെ റെഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും റെഡ്യൂസ് ചെയ്യുന്നു. Topsoil which is washed away also contributes to water pollution by clogging lakes and increasing the turbidity of water, ultimately leading to the loss of aquatic life. ഈ ടോപ്പ് സോയില് വാഷ് ചെയ്ത് പോകുമ്പോൾ അത് വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നു. വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നത് ലേക്സിനെ ക്ലോഗ് ചെയ്തുകൊണ്ടും ലേക്സിനെ അടച്ചുകൊണ്ടും വാട്ടറിൻ്റെ ട്യൂബിഡിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടുമാണ്. ആൻഡ് അൾട്ടിമേറ്റ്ലി ഇത് അക്വാട്ടിക് ലൈഫിൻ്റെ ലോസിന് കാരണമാകുന്നു. ടെക്നിക്സ് ടു പ്രൊട്ടക്ട് സോയിൽ ഫ്രം എറോഷൻ. സോയിൽ എറോഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എറോഷനിൽ നിന്നും സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ടെക്നിക്സ് ആണ്.
പ്രൊട്ടക്ഷൻ ഓഫ് സോയിൽ ഫ്രം ദ ഇമ്പാക്ട് ഓഫ് റെയിൻഫോൾ. റെയിൻഫോളിൻ്റെ ഇമ്പാക്റ്റിൽ നിന്നും സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇൻക്രീസിങ് ഇൻഫിൽട്രേഷൻ ഓഫ് റെയിൻ വാട്ടർ. റെയിൻ വാട്ടറിൻ്റെ ഇൻഫിൽട്രേഷൻ ഇൻക്രീസ് ചെയ്യുക. പ്രിവെൻറ്റ് വാട്ടർ ഫ്രം കോൺസെൻട്രേറ്റിംഗ്. വാട്ടർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുക. റെഡ്യൂസിങ് വിൻഡ് എറോഷൻ. വിൻഡ് എറോഷൻ റെഡ്യൂസ് ചെയ്യുക. ആൻഡ് ഗ്രോയിങ് ഫോഡർ ട്രീസ് ഇൻ ഗ്രേസ്ഡ് ലാൻഡ്. ഗ്രേസ്ഡ് ലാൻഡിൽ ഫോഡർ ട്രീസ് വളർത്തിയെടുക്കുക. ഇത്രയുമായിരുന്നു ഡയറക്റ്റ് കോസസ്. ഇനി വരുന്നത് ഇൻഡയറക്റ്റ് കോസസ് ആണ്. ഇൻഡയറക്റ്റ് കോസസിൽ ആദ്യം വരുന്നത് ആസിഡ് റെയിൻ ആണ്. സോയിൽ പൊല്യൂഷൻ ഈസ് കോസ്ഡ് വെൻ ആസിഡ് റെയിൻ ഫോൾസ് ഓൺ ദ എർത്ത് സർഫേസ്. നമുക്കറിയാം ആസിഡ് റെയിൻ ഉണ്ടാകുന്നത് എയർ പൊല്യൂഷൻ കാരണമാണ്. വെൻ ദ ആസിഡ് റെയിൻ ഫോൾസ് ഓൺ ദ എർത്ത് സർഫേസ് സോയിൽ പൊല്യൂഷൻ ഈസ് കോസ്ഡ്. ലിവിങ് കമ്പോണൻസ് ഓഫ് വാട്ടർ ആൻഡ് സോയിൽ ആർ ഡാമേജ്ഡ്. അതായത് വാട്ടറിലെയും സോയിലിലെയും ഒരുപാട് ലിവിങ് കമ്പോണൻസ് ഉണ്ട്. ഇതെല്ലാം ഡാമേജ്ഡ് ആകുന്നു. നോൺ ലിവിങ് കമ്പോണൻസ് ആർ ഓൾസോ അഫക്റ്റഡ്. മറ്റൊരു ഇൻഡയറക്റ്റ് കോസാണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസസ്. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസസ് റിസൾട്ടിംഗ് ഫ്രം എക്സ്പ്ലോഷൻസ് ഓഫ് ന്യൂക്ലിയർ ഡിവൈസസ്, അറ്റ്മോസ്ഫിയറിക് ഫോൾ ഔട്ട് ഫ്രം ന്യൂക്ലിയർ ഡസ്റ്റ് ആൻഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്സ് പെനട്രേറ്റ് ദ സോയിൽ ആൻഡ് അക്യുമുലേറ്റ് ദെയർ. അതായത് ന്യൂക്ലിയർ ഡിവൈസസിൻ്റെ എക്സ്പ്ലോഷൻസിൽ നിന്നും, ന്യൂക്ലിയർ ഡസ്റ്റിൽ നിന്നുമുള്ള അറ്റ്മോസ്ഫിയറിക് ഫോൾ ഔട്ടിൽ നിന്നും, റേഡിയോ ആക്റ്റീവ് വേസ്റ്റിൽ നിന്നുമൊക്കെയുള്ള റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസസ് സോയിലിൽ പെനട്രേറ്റ് ചെയ്യുകയും അവിടെ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി സോയിൽ പൊല്യൂഷൻ സംഭവിക്കുന്നു. ഇറ്റ് ക്യാൻ കോസ് ഹാർംഫുൾ ഇഫക്ട്സ് ഇൻ ദ ബോഡി ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ കോസ് മ്യൂട്ടേഷൻസ് ഇൻ ദ ജീൻസ്. അതായത് ലിവിങ് ഓർഗാനിസംസിൻ്റെ ബോഡിയിൽ ഹാർംഫുൾ ഇഫക്ട്സ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലിവിങ് ഓർഗാനിസംസിൻ്റെ ജീൻസിൽ മ്യൂട്ടേഷനും ഇത് കാരണമാകുന്നു. ഇത്രയുമാണ് സോയിൽ പൊല്യൂഷൻ്റെ മീനിങ്, ഇഫക്ട്സ്, causes and control. Hope you all understand about soil pollution. Thank you.